ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിളാണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത്. വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവേഴ്സ് യുവർ റിലേഷൻഷിപ്പ്, ഇതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക, ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിൾ ആണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. What miracle is coming towards your relationship? Okay, എന്ത് മിറാക്കിൾ ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ്. എന്ത് മിറാക്കിൾ ആണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിൾ ആണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. What miracle is coming towards your relationship? ഓക്കെ, എന്ത് മിറാക്കിൾ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ്, എന്ത് മിറാക്കിൾ ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് മിറാക്കിൾ ഈസ് കമ്മിങ് ടുവേഴ്സ് യുവർ റിലേഷൻഷിപ്പ്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്ത് മിറാക്കിൾ ആണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്ത് മിറാക്കിൾസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് വാൻഡ്സ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഫസ്റ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇതിലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഇവിടെ എൻഡ് ആകുന്നു എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റ് തന്നെ നമുക്ക് പറയാനായിട്ട് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു മോചനം തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾക്കിടയിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ആവുന്നുണ്ട്. ഈ ഒരു തേർഡ് പാർട്ടി, അതിന്റെ എല്ലാം ഒരു റീസൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. മേ ബി അതൊരു പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ജീവിതത്തിലുള്ള മറ്റൊരു വ്യക്തി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വാട്ട് എവർ മേ ബി. എന്ത് തന്നെ ആയിരുന്നാലും ഈ ഒരു സിറ്റുവേഷന് ഒരു എൻഡ് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത്. അത്രയും നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എൻഡായി കൊണ്ട് തന്നെ റിലേഷൻഷിപ്പിന് ഒരു സ്ട്രെങ്ത് ഉണ്ടാകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുവരണം. അതിനോടൊപ്പം തന്നെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും എൻഡ് ആകണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇപ്പോഴും ആ വ്യക്തിയിൽ നിന്ന് ഒരു പ്രണയം നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വ്യക്തിയെ അത്രയും ഡീപ്പായിട്ട് സ്നേഹിക്കുന്നുമുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നുണ്ട് എന്നുള്ള എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ലൈഫിലുള്ള എല്ലാ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അവർ ശക്തമായിട്ട് നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളൊരു പോസിറ്റീവ് സൈൻ ആണ് നമുക്കിവിടെ വ്യക്തമാവുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തി മറ്റെല്ലാ കാര്യങ്ങളും അവഗണിച്ചുകൊണ്ട് നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻസ് അവർ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകുന്ന ഒരു സ്നേഹമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. മേ ബി അവര് നിങ്ങളിൽ നിന്ന് പലതും മറച്ചു വെക്കുന്നുണ്ടാകാം. നിങ്ങളുടെ മുന്നിൽ നേരിട്ട് വരാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ആബ്സെൻസിൽ പോലും നിങ്ങളോടുള്ള ഒരു പ്രണയം ഒരല്പം പോലും കുറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതായത് ഓവർഫ്ലോ ചെയ്യുന്നുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം അവർ നിങ്ങൾക്ക് പകർന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അത്രമാത്രം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. അത്രയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വ്യക്തി സങ്കടപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളിൽ പലരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇങ്ങനെ
ഒരു കാര്യം എൻ്റെ ലൈഫിൽ നടക്കണം എന്ന് അല്ലെങ്കിൽ നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നുള്ള ഒരു മോചനം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് ഈ ഒരു റീഡിങ് നമുക്കിവിടെ വ്യക്തമാക്കുന്നത്. മിറാക്കിൾ എന്തായിരിക്കുമെന്ന് ഒന്നുകൂടി ഒന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, വാട്ട് മിറാക്കിൾ is going to be happened. എന്ത് മിറാക്കിളാണ് സംഭവിക്കുന്നത്? ക്ലാരിഫിക്കേഷൻ എന്ത് മിറാക്കിളാണ് ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്? വാട്ട് മിറാക്കിൾ is going to happen? ഓക്കെ, അപ്പോൾ ഈ ഒരു കാർഡ് നമുക്ക് 7 ഓഫ് സോർഡ്സിന്റെ ഒരു കാർഡ് വന്നിരിക്കുന്നു. ഈ കാർഡ് എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ അവരുടെ തടസ്സമായി നിൽക്കുന്ന ആ കാര്യങ്ങൾ എല്ലാം കോംപ്രമൈസ് ചെയ്ത് ഓക്കെ ആക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഓക്കെ ആക്കും എന്ന് അവർക്ക് ഒരു സ്ട്രെങ്ത് വരുന്നു, ഒരു കറേജ് അവർക്ക് ഉണ്ടാവുന്നു എന്നാണ് ഇതിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നത്. പെന്റക്കിൾസിന്റെ കാർഡ് 10 ഓഫ് പെന്റക്കിൾസ് ഒരു പോസിറ്റീവ് സൈൻ കാർഡ് തന്നെയാണ്. അതുപോലെ തന്നെ ജസ്റ്റിസ് കിട്ടണമെന്ന്, വളരെ ഫെയർ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് 11 പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. പേജ് ഓഫ് പെന്റക്കിൾസ് വരുമ്പോഴും അതുപോലെ തന്നെയാണ്. ഇതൊരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ കേൾക്കാൻ ഇടയാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു 4 കാർഡിലും നമുക്ക് നല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇവിടെ ക്ലാരിഫിക്കേഷന് കിട്ടിയിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റീബർത്ത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു പുതിയ മിറാക്കിൾ എന്ന് പറയുന്നത്, ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കുന്ന, ഒരു സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഡേ ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. മേ ബി ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വരികയോ അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ മുന്നിലോട്ട് വരികയോ ചെയ്യാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറാക്കിൾ പോലെ തികച്ചും പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു പ്രണയം അവര് അത്രയും ഒരു പ്രീഷ്യസ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്ന ഓരോ മൂമെന്റ്സും ഇപ്പോഴും അവർ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് പ്രീഷ്യസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൽ അത്രമാത്രം ഒരു സ്ഥാനമാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ഒരു റീബർത്ത് ഉണ്ടാകുന്നു. മീൻസ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ആ ഒരു നെഗറ്റിവിറ്റീസ് എല്ലാം എൻഡ് ആയിക്കൊണ്ട് ഒരു റീബർത്ത് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയി പോകുന്നു. നിങ്ങളുടെ ആ ഒരു തടസ്സമായി നിന്നിരുന്ന സിറ്റുവേഷൻസ്, അവിടെ ഒരു കോംപ്രമൈസ് വരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഈ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയതിനു ശേഷം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ദിവസം ഉടനെ തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. വളരെ പോസിറ്റീവ് തരുന്ന ഒരു സ്പ്രെഡാണ് ഇത്. നമുക്കിവിടെ ഈ ഒരു 4 കാർഡുകൾ, ലാസ്റ്റ് ക്ലാരിഫിക്കേഷൻ കാർഡുകൾ എല്ലാം തന്നെ വളരെ പോസിറ്റീവ് കാർഡുകൾ തന്നെയാണ്. പോസിറ്റീവ് സൈൻ ആണ് ഇത്. ഈ ഒരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ 1111 എന്ന് പറയുന്ന ഒരു ഏൻഷ്യന്റ് നമ്പറോ അതുപോലെ തന്നെ ഗോൾഡൻ കളറോ അല്ലെങ്കിൽ വൈറ്റ് ഫെതേഴ്സ്, വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ കാണുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ ഒരു മാറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതിന്റെ ഒരു സൈൻ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇതൊക്കെ കാണിച്ചു തരുന്നതെന്ന് ഉള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിരുന്ന കുറച്ച് സോൾ മെസ്സേജസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഡയറക്റ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന മെസ്സേജ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് മെസ്സേജ് നമ്മളിവിടെ നോക്കുമ്പോൾ ഐ എം വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഓക്കെ, ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പ്ലീസ് ഫോർഗീവ് മീ, ഐ എം സോറി. ഞാൻ എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ അവഗണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ ഒരു സമയത്ത് ക്ഷമ ചോദിക്കുകയാണ്. യു ആർ മൈ ട്വിൻ ഫ്ലെയിം, നിങ്ങളൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്ന് അവർ നിങ്ങളോട് പറയുകയാണ്. ഐ എം ട്രൈങ് ടു ഹിയർ മൈ ഹാർട്ട്, എൻ്റെ ഹൃദയം പറയുന്നത് കേൾക്കാനായിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു.
ഗീവ് മീ സം ലവ്, ഐ ആം സോറി, എനിക്ക് കുറച്ച് സ്നേഹം തന്നാലും, ഐ ആം സോറി എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്, ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ, ലവ് യു. ഓക്കെ, നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ അവർ വളരെ ഭാഗ്യവാനാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് എത്താനായിട്ട്, നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള ആ ഒരു സമയത്തിലേക്ക് വേണ്ടിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ അവർ എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. നിങ്ങളെ മീറ്റ് ചെയ്യാനായിട്ട് അവർ വരുന്നു. ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ്, ഞാനിപ്പോൾ ചിന്തിക്കുകയാണ് നിനക്ക് ഒരു ബെറ്റർ റിലേഷൻഷിപ്പ്, നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ തരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഓക്കെ, നീ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വെറും ശൂന്യമാണ് എന്നുള്ളൊരു കാര്യവും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇത്ര മെസ്സേജസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസ് നമുക്കൊന്ന് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഷോർട്ട് ഹെയർ എന്ന് പറയുന്ന ഒരു ക്ലൂ ആണ്. 1111 എന്ന് പറയുന്ന റേഞ്ചിൽ നമ്പർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസ്. ഓക്കെ, ഗവൺമെന്റ് സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട്. വിത്തിൻ 72 hours എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൈസ് ഓൺ വെഹിക്കിൾസ്. ഓക്കെ, ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഗെയിമിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കാം. ലൗബിൾ എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. ലെറ്റർ ഇസഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടമുള്ള കളർ എന്ന് വിചാരിക്കുന്നു. 41 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ് കളിയൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. 1984 എന്ന് പറയുന്ന ഒരു നമ്പർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. നമ്പർ 51 കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് ആയിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ എന്ന് വിചാരിക്കുന്നു. ചാൽഡിഷ് ആയിട്ടുള്ള സ്വഭാവമുള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. നമ്പർ 22 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീച്ചർ. നമ്പർ 1 ജാനുവരി മന്ത്. പോലീസ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്. ബേക്കർ. ലെറ്റർ എസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത്. നമ്പർ 24. നമ്പർ 28. ജൂലൈ മന്ത്. ലെറ്റർ യു. അപ്പോൾ ഇത്തരം ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിലും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.